ജപ്പാനിലേക്ക് വീണ്ടും പോകുന്നു. അവിടെ വലിയ ഭൂചലനം 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് രേഖപ്പെടുത്തിയത്. പ്രജിൻ സി കണ്ണൻ ചേരുന്നു. പ്രജിൻ, എന്താണ് അവസ്ഥ അറിയാൻ കഴിയുന്നുണ്ടോ? ഹാഷ്മി, ജപ്പാനിൽ ഉണ്ടായത് ഒരു വലിയ ഭൂകമ്പം തന്നെയാണ്. 7.2 എന്നാണ് നമ്മുടെ ഇന്ത്യൻ, അതായത് ഇൻകോയ്സ് എന്ന് പറയും, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയും. കൃത്യമായി ഇത്തരം ഭൂചലനങ്ങളെയും സുനാമികളെയും കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന സംവിധാനമാണ്. അത് ഇന്ത്യ ഗവൺമെൻറ് സംവിധാനമാണ്. അത് പ്രകാരം, അവരുടെ കണക്കുകൾ പ്രകാരം 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ജപ്പാനിൽ ഉണ്ടായത്. അത് പശ്ചിമ തീരത്താണ്, അതായത് ഹോൻഷു എന്ന് പറയുന്ന ജപ്പാന്റെ പശ്ചിമ തീരത്ത് ആണ് ആ ഒരു ഭൂകമ്പം ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ 5 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാം. അതായത് സുനാമി മുന്നറിയിപ്പ് ജാഗ്രത നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവർക്കെല്ലാം ജാഗ്രത നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ മാറി താമസിക്കാനുള്ള നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും ഈ മേഖലയിൽ, അതായത് ഇന്തോനേഷ്യ, ജപ്പാൻ പോലുള്ള നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാവാറുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സുനാമി തിരകളുടെ ആ വലിയ ഓർമ്മകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായ ഭൂചലനം അത് ഏതെങ്കിലും രീതിയിൽ സുനാമി തിരമാലകളായി മാറി അത് ഇന്ത്യയൊക്കെ ബാധിക്കുമോ എന്ന ആശങ്ക ഉണ്ട്. നമുക്ക് ഈ മാപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ത്യയുടെ പൊസിഷൻ ഇവിടെയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭൂകമ്പം ജപ്പാനിൻ്റെതാ ഈ ഭാഗത്താണ്. അതായത് എക്സാക്ട്ലി നമുക്ക് ഇവിടെ അതിനെ മാർക്ക് ചെയ്യാം. അവിടെ കൃത്യമായി നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. 7.2 മാഗ്നിറ്റ്യൂഡ്, അതായത് അത്രയും തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നിയർ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഹോൻഷു എന്ന് പറയുന്ന ജപ്പാന്റെ പശ്ചിമ തീരത്താണ് അത് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ സമയമടക്കം കൊടുത്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 7:10 ആ ഭൂചലനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അത് ഏതാണ്ട് 41 കിലോമീറ്റർ താഴെ, കടലിനടിയിൽ 41 കിലോമീറ്റർ താഴെയാണ് ആ ഭൂചലനം ഉണ്ടായത്. കടലിൽ ഉണ്ടാകുന്ന ഭൂചലനങ്ങൾക്കാണ് ഈ പറയുന്ന സുനാമി സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളത്. അതിന്റെ തീവ്രത 7.2 എന്ന തീവ്രത കൂടി വരുമ്പോൾ അത് അത്യാവശ്യം ഒരു വലിയ ഭൂചലനമാണ്. അതുകൊണ്ട് തന്നെ സുനാമി ഉണ്ടാകും എന്നൊരു കൺഫർമേഷനാണ് ഇപ്പോൾ ജപ്പാനിലെ അധികൃതർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കുക. ഏതാണ്ട് 5 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പല കെട്ടിടങ്ങളും ഈ മേഖലയിൽ തകർന്നിട്ടുണ്ട് ഈ ഭൂചലനം ഉള്ളതുകൊണ്ട് തന്നെ. 7.2 എന്ന് പറയുന്ന തീവ്രത അത്യാവശ്യം നല്ല തീവ്രതയാണ്. അതുകൊണ്ട് തന്നെ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. പക്ഷേ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇന്ത്യയിലേക്ക് അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ ഇൻകോയ്സിൻ്റെ ഈ ഏർലി സുനാമി മോണിറ്ററിംഗ് സിസ്റ്റം അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതിനെ പരിശോധിക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ വെച്ച് അത്തരമൊരു സുനാമി ഭീഷണി ഇന്ത്യൻ തീരങ്ങളിൽ ഇല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പുതിയ ദൃശ്യങ്ങളും ഒപ്പം തന്നെ വാർത്തകളും ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്രമാത്രം ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നു. 41 കിലോമീറ്റർ കടലിനടിയിലുണ്ടായ ഒരു ഭൂകമ്പമാണ്. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 5 മീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ കടലിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് സുനാമി എന്ന് പറയാം. അത്തരം സുനാമി മുന്നറിയിപ്പാണ് ഇപ്പോൾ ജപ്പാനിൽ നൽകിയിരിക്കുന്നത്. ഹാഷ്മി, പ്രജിൻ സി കണ്ണൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിഷ്ണു അശോക് കുമാർ പറയുന്നു, ജപ്പാൻ ഭൂകമ്പത്തിൻ്റെ കളിത്തൊട്ടിലാണ്. അവിടെയുള്ള നിർമ്മിതികൾ അതിനെ തടയാൻ പറ്റുന്ന രീതിയിലുമാണ്. അതുകൊണ്ട് അധികം പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഭൂചലനമാണ്. മാത്രമല്ല, കരയിലുണ്ടായതല്ല, കടലിലുണ്ടാവുന്നതാണ്. അപ്പോൾ സുനാമി എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും ആളപായമില്ല എന്നുള്ളത് ആശ്വാസമാണ്. നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. തിരികെ എത്താം, ചെറിയൊരു ഇടവേള.